ബീമും എറണാകുളം കരയോഗവും സംയുക്തമായി സംഘടിപ്പിച്ച ബീമിൻ്റെ 488ാമത് പുതുവത്സര പ്രോഗ്രാമായ പ്രണയഗീതങ്ങൾ നവയുഗ സംഗീത വിസ്മയം നവനീത് ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു. നവനീത് ഉണ്ണികൃഷ്ണൻ്റെ അനന്യമായ അവതരണ ശൈലിയെക്കുറിച്ച് ശ്രീ പൂർണ്ണത്രയീശ സംഗീത സഭയുടെ ഭാരവാഹിയും ദി ഹിന്ദു ദിനപത്രത്തിൻ്റെ മുൻ ലേഖകനുമായ ശ്രീ കെ പ്രദീപ് വളരെ കൃത്യമായി വിലയിരുത്തുന്നു. എസ് ജാനകി, വാണി ജയറാം, പി മാധുരി, ബി വസന്ത, SPB ആരും നമ്മുടെ ഭാഷ അറിയാവുന്നവരായിരുന്നില്ല. അവർക്ക് ഈ ഭാഷയിൽ സംസാരിക്കാൻ പോലും അറിയില്ലായിരുന്നു. എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. എന്നാലും അവർ നമുക്ക് തന്നത് ഏറ്റവും മനോഹരമായ ഗാനങ്ങളാണ്. എൻ്റെ അടുത്ത് ഒരിക്കൽ മാധുരിയമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. മാധുരിയമ്മ പാടി തുടങ്ങിയിട്ട് ദേവരാജൻ മാഷ് മലയാളത്തിൽ പാടാനുള്ള ആഗ്രഹമായിട്ട് ദേവരാജൻ മാഷിൻ്റെ അടുത്ത് വന്നപ്പോൾ മാഷ് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ. പാട്ട് കേട്ടു, എന്നിട്ട് പറഞ്ഞത്, എനിക്ക് ഒരു കത്ത് അയക്കൂ, മലയാളം പഠിച്ച് ഒരു കത്ത് എനിക്ക് അയക്കൂ, എന്നിട്ട് നമുക്ക് നോക്കാം. മാസങ്ങൾക്ക് ശേഷം മാധുരി ഒരു കത്ത് എഴുതി മാഷിന് ഇൻലൻഡിൽ. ദേവരാജൻ മാഷിനെ വിളിച്ചു, പാട്ട് കൊടുത്തു. ദെൻ യു സേ ദ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് നമ്മുടെ സ്വന്തം കുട്ടിയായ നവനീത്, ഒരു മലയാളി, ഈ മലയാളം പാടുന്നതിൽ അത്ഭുതമില്ല എന്നെനിക്ക് തോന്നുന്നു. ചെറിയ അത്ഭുതം നമ്മളൊക്കെ പറയുന്നത് അമേരിക്കയിൽ ജനിച്ച വളർന്ന ഒരു കുട്ടി ആയതുകൊണ്ട് എങ്ങനെയാണ് ഇത് പാടുന്നതെന്നാണ്. അവിടെ എനിക്ക് ക്രെഡിറ്റ് കൊടുക്കാനുള്ളത് അച്ഛനും അമ്മയ്ക്കാണ്, തീർച്ചയായിട്ടും. കാരണം അവർ ഈ കുട്ടിയെ വളർത്തിയത്, കാരണം നമുക്കറിയാം ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സോഷ്യൽ മെല്യൂവിലാണ് വളരുന്നത്. He grows up in a totally different cultural background, or perhaps a social milieu. And there, when they found that he is talented enough, they put him into an ambience where Malayalam becomes perhaps the focal point. And that's how the whole thing happens. അപ്പോൾ അവിടെ അത്ഭുതമില്ല. പിന്നെ മലയാളിക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. KV മഹാദേവൻ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. KV മഹാദേവൻ സാർ എന്നോട് പറഞ്ഞത്, തെലുങ്കിലും കന്നഡയിലും തമിഴിലും മലയാളത്തിലും ഒരേപോലെ പാടാൻ പറ്റുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, അത് പി ലീലയാണ്. When she sings Tamil, she sings like a Tamilian. When she sings Kannada, you will feel that she is from Karnataka. And when she sings Malayalam and Tamil, of course you know that. അത് മലയാളിക്ക് മാത്രമുള്ളൊരു കഴിവാണ്. ഇവിടെ ഓർക്കസ്ട്രയ്ക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഗാനമേളകളിൽ നമ്മുടെ കുട്ടികളൊക്കെ പാടും നമുക്കറിയാലോ. ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിക്കും. പിന്നെ നവനീതിനെ പോലെ ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരു പാട്ടുകാരന് ഈ മലയാളം പാട്ടുകൾ പാടാൻ അത്ഭുതമൊന്നും ആവശ്യമില്ല, അല്ലേ? അതുകൊണ്ടാണ് ഞാനിത് അത്ഭുതമല്ല എന്ന് പറയാൻ കാരണം. പക്ഷെ വേറെ ചില അത്ഭുതങ്ങളുണ്ട് കേട്ടോ. അത് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യത്തേത്, നിങ്ങളിത് കേൾക്കുന്നതാണ്. നിങ്ങൾ പലവരും കഴിഞ്ഞ തവണത്തെ പ്രോഗ്രാമും കേട്ടതാണെന്ന് തോന്നുന്നു. ഞാൻ കേട്ടതൊരു വീഡിയോ മാത്രമാണ്. കഴിഞ്ഞ പ്രോഗ്രാം ഞാൻ ഇവിടെ വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് ലൈവായിട്ട് പകുതി. ഇപ്പം ഇവിടെ നിന്നാണ് ഒരു നിരൂപണം നടത്തുന്നത്. അത്ഭുതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ യാങ്കി ആക്സെൻറ്റിലാണ് അവൻ സംസാരിക്കുന്നത്. മലയാളം സംസാരിക്കുമ്പോൾ ആ ആക്സെൻ്റ് ഉണ്ട്, നമ്മൾ കേട്ടതാണ്. പക്ഷെ പാടുമ്പോൾ ആ പ്രശ്നങ്ങളേ ഇല്ല. അതാണ് അതിൻ്റെ ഒരു അത്ഭുതം. ആ ഒരു അത്ഭുതം ഭയങ്കര. കാരണം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില പാട്ടുകളുണ്ട്. ആ വീഡിയോ നോക്കിക്കിട്ട്, സുന്ദര സ്വപ്നമേ എന്ന് പറഞ്ഞ ആദ്യത്തെ പാട്ടാണ് കഴിഞ്ഞ തവണ തുടങ്ങിയത്. അതിൽ ഞാൻ എന്നും മനസ്സിൽ കൊണ്ടുവന്നിരുന്ന 2 വാക്കുണ്ട്. നവനീത് പാടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നവനീതിന് തെറ്റുപറ്റിയായിരിക്കാം, എനിക്കായിരിക്കില്ല എന്നാണ്. എന്നിട്ട് ഞാൻ ആ ലിറിക്സ് നോക്കിയപ്പോൾ തെറ്റ് എൻ്റേതായിരുന്നു. നവനീത് പാടിയത് അതേപോലെ തന്നെയായിരുന്നു, കറക്റ്റാണ് ലിറിക്സ്. അപ്പോൾ അത് എടുത്ത് പാടുന്നതിൻ്റെ ഒരു അത്ഭുതം അവിടെ ഉണ്ട്. ഈ ഭാഷയിൽ പാടുമ്പോൾ ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാടാൻ പറ്റുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കഴിവ്. രണ്ടാമത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എന്താ അറിയോ? ഇത്തരം ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു സ്ട്രക്ചറിൽ പാടുന്ന പലവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ നാട്ടിൽ. ഞങ്ങൾ പലവരും തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, they get carried away. The program is not structured. ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് നവനീത്. പാഷൻ ഉണ്ട്, ആ പാഷൻ പാടുമ്പോൾ കാണാം, നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ ഈ ഒരു ടൈം
ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഈ പ്രോഗ്രാമിനെ സ്ട്രക്ചർ ചെയ്ത് പാടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഞാൻ എത്രയോ ഇതേപോലെ പാടുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ട്. രാഗത്തിനെ വെച്ചിട്ട് ആ ഒരു രാഗത്തിലേക്ക് കിടക്കും, മറ്റൊരു കൃതിയിലേക്ക് കിടക്കും, അല്ലെങ്കിൽ മറ്റൊരു പാട്ടിലേക്ക് കിടക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ അവർക്ക് മുഴുവനും പാടാൻ പറ്റാറില്ല. പ്രോഗ്രാം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഇവിടെ അതല്ല, 2 മണിക്കൂറോ 2.5 മണിക്കൂറാണെങ്കിൽ അവിടെ തീരും. അതൊരു അത്ഭുതമാണ്. അത് വെരി പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആൻഡ് പ്ലാൻഡ്. പിന്നത്തെ ഒരു കാര്യം ഈ പ്രോഗ്രാമാണ്. ഞാൻ ബാക്ക് സ്റ്റേജിൽ ഒറ്റ കാര്യം നവദിനോട് ചോദിച്ചുള്ളൂ. ഇതൊരു തീം ബേസ്ഡ് പ്രോഗ്രാമാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി അറ്റ് ഓൾ. ആൻഡ് ഹി ഈസ് ചോസൺ എ തീം ലൈക്ക് ലവ്. പ്രണയഗാനങ്ങളാണ്. ഗാനങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രണയഗാനങ്ങളായിരിക്കും, ഏത് ഭാഷ എടുത്ത് നോക്കിയാലും, മലയാളത്തിലടക്കം. അപ്പോൾ എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ദാറ്റ്സ് വാട്ട് ഐ ആസ്ക്ഡ്. സാധാരണ കഴിഞ്ഞ തവണത്തെ പ്രോഗ്രാമിലൊക്കെ ഒരു പാട്ട് ചൂസ് ചെയ്ത് അതിൻ്റെ രാഗം പറഞ്ഞ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ്റെയും പ്രത്യേകതയും പറഞ്ഞ് നവനീത് ഇങ്ങനെ എത്ര മണിക്കൂർ പേരും നിങ്ങളോട് സംസാരിക്കാം. പക്ഷെ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു തീമാണ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഗാനം എടുത്തിട്ട് അത് പ്രണയഗാനം പാടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അനുബന്ധ ഗാനങ്ങളെല്ലാം തന്നെ പ്രണയഗാനങ്ങളായിരുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലത് മാറിയിട്ടുണ്ടാവും. പക്ഷെ പ്രധാനപ്പെട്ട ദേവരാജൻ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിലും MBSനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാം ആ ഗാനങ്ങളെല്ലാം അനുബന്ധമായി ലിങ്ക് ചെയ്തു പോയ ഗാനങ്ങളെല്ലാം പ്രണയഗാനങ്ങളാണ്. അപ്പം ഞാൻ ചോദിച്ചത്, ഇതിലേതായാലും രാഗം ചൂസ് ചെയ്തുകൊണ്ട് പ്രണയഗാനങ്ങളിലേക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. പാട്ടിൻ്റെ ട്യൂൺ കേട്ടിട്ട് ഇത് പ്രണയഗാനം നമുക്ക് പറയാൻ പറ്റില്ല. ലിറിക്സ് തന്നെ നോക്കണം. അപ്പോൾ അത് ലിറിക്സ് മുഴുവനും പഠിച്ചിട്ടുണ്ട്, ലിറിക്സ് മൊത്തം നോക്കിയിട്ടുണ്ട്. എത്ര ഗാനത്തിൻ്റെ നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഐ ഡിഡ്ന്റ് ഹാവ് ദ ടൈം ടു ആസ്ക് ഹിം ഓഫ് ഹൗ മെനി സോങ്സ് ഹി ആക്ച്വലി ചോസ്, ബിക്കോസ് ഹി ഹസ് സങ് സോ മെനി ഓഫ് ദം. അതെല്ലാം പ്രണയഗാനങ്ങളാണ്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദാറ്റ് ഹി ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് സോ ഫാർ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് മേക്സ് ഫോർ മീ ആസ് എ റിവ്യൂവർ പെർഹാപ്സ് ദിസ് പ്രോഗ്രാം ക്വൈറ്റ് ഡിഫറെൻറ്റ് from what he has done. Perhaps you've seen him on YouTube, we have seen him last year, we have seen him in so many other kind of events. But this is a theme-based program. And it is not easy for anybody. You forget somebody who is in Arizona and doing his studies and in between singing, to come up with so many love songs and sing them in so many languages for us. It's not easy. So for that, you can consider him to be a wonder or a അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. അവസാനമായി ഒരൊറ്റ റിക്വസ്റ്റാണ് എനിക്ക്. ഐ വോണ്ട് സേ ഇറ്റ്സ് ജസ്റ്റ് എ റിക്വസ്റ്റ്. യു ഹവ് ബീൻ സിംഗിങ് സോ ബ്യൂട്ടിഫുള്ളി സോ ഫാർ, സോ ക്രിയേറ്റീവ്, സോ ഇന്നോവേറ്റീവ്, അപ്പാർട്ട് ഫ്രം യുവർ ഇൻറ്റ്യൂട്ടീവ്നെസ് ദാറ്റ്സ് ഓൾവേസ് ദെയർ. ആൻഡ് യു ആർ സ്റ്റഡിങ് ബോത്ത് കർണാട്ടിക് ആൻഡ് ഹിന്ദുസ്ഥാനി classical music. I personally and many of us here would like to see you in the next few years come and perform a concert for us, where you will be on your own, not being what you call chained by the music directors or the lyricists, where Navaneet can just simply explore these ragas and give us all the kind of beauty and colors that a concert will give us. And I promise you, Beam will definitely be there, but from Tripunithura, from the Sabha, which is celebrating its 50th year this year, we will give you a platform. No doubt about it. Wishing you all the best. Keep your passion going. Keep singing. Thank you. Thank you so much.